Hello everyone. Today let's discuss a speech by Christine Lagarde, The 3 L's of Empowerment. +2 Englishil oru topic aanadu, The 3 L's of Empowerment by Christine Lagarde. So moving on to about the author. Christine Lagarde, born in Paris on 1st January 1956, is the first woman to become the finance minister of a G8 economy and to head the International Monetary Fund. So she was born in Paris on 1st January 1956. പാരീസിലാണ് ജനിച്ചത് and she is the first woman to become the finance minister of a G8 economy and also she head the International Monetary Fund. She calls for opening the doors to women's learning, labor, and leadership in the economic field. So, Christine Lagarde, she calls for opening the doors to women's learning, labor, and leadership in the economic field. So, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ 3 L's, ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്, അതിന് വേണ്ടിയിട്ടാണ് അവർ വാദിക്കുന്നത്. സോ ദിസ് സ്പീച്ച് വാസ് ഡെലിവേർഡ് അറ്റ് ദ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, വാഷിങ്ടൺ DC ഓൺ 19th May 2014. സോ ഈ 3 L'സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ ഒരു സ്പീച്ച് എന്ന് പറയുന്നത് വാഷിങ്ടൺ DC വെച്ച് ദ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചും ഡെലിവർ ചെയ്തൊരു സ്പീച്ചാണിത്. ആൻഡ് ഇറ്റ് വാസ് ഓൺ 19th May 2014. സോ നമുക്ക് ലെസണിലേക്ക് കിടക്കാം. Emancipation and empowerment of women is of prime importance in every society. In our country, we have achieved partial success, but we still have a long way to go. What should we do to achieve this goal? Here is a speech on the requisites of women empowerment. Read on. So, emancipation and empowerment of women. എന്താണ് ഇമാൻസിപ്പേഷൻ? ഇമാൻസിപ്പേഷൻ മീൻസ് ടു ഗിവ് ഫ്രീഡം, സ്വാതന്ത്ര്യം കൊടുക്കുക. ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വിമൻ, സോ സ്ത്രീകൾക്ക്, സ്ത്രീ ശാക്തീകരണം, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുക, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ് എല്ലാ സൊസൈറ്റിയിലും. ഏതൊരു സൊസൈറ്റി നോക്കിയാലും സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ അവർ കൺട്രി വി ഹാവ് അച്ചീവ് പാർഷ്യൽ സക്സസ്. നമ്മുടെ കൺട്രിയിലത് നമുക്ക് കുറച്ച് പാർഷ്യലി നമ്മളത് സക്സസ്ഫുള്ളാണ്. ബട്ട് സ്റ്റിൽ വി ഹാവ് ടു ഗോ എ ലോങ് വേ. നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. സോ ഇത് നേടാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സോ ഈ ഒരു സ്പീച്ച് നമുക്ക് വായിക്കാം. അതായത് എന്തൊക്കെയാണ് അതിന് അത്യാവശ്യമുള്ള റിക്വസിറ്റ്സ് ഓഫ് വിമൻ എംപവർമെൻറ്റ്. ഹിയർ ഇസ് എ സ്പീച്ച് ഓൺ ദ റിക്വസിറ്റ്സ് ഓഫ് വിമൻ എംപവർമെൻറ്റ്. മീൻസ് അതിന് അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. The 3 L's of Empowerment by Christine Lagarde. So she starts like this. Good afternoon. Greet ചെയ്യാണ്. It is great to be among friends and kindred spirits. So kindred means എന്താണ്? Kindred ഒരേപോലെ ചിന്തിക്കുന്നവർ. സോ സുഹൃത്തുക്കൾക്കൊപ്പവും അതുപോലെ തന്നെ ഒരേപോലെ ചിന്തിക്കുന്നവർക്കിടയിലും നിൽക്കുമ്പോൾ അത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. It is great to be among friends and kindred spirits. The 21st century poses many challenges that require new ways of thinking, none more important than the economic role of women in a rapidly changing world. So, 21st century, ഒരുപാട് പുതിയ ചിന്താഗതികൾ, പല അതായത് ഇറ്റ് പോസസ് മെനി ചാലഞ്ചസ് ദാറ്റ് റിക്വയർ ന്യൂ വേയ്സ് ഓഫ് തിങ്കിങ്. പുതിയ ചിന്താഗതി വരേണ്ടത് അത്യാവശ്യമാണ്. അതായത് പുതിയ ചിന്താഗതികൾ ആവശ്യമുള്ള പല വെല്ലുവിളികളുമുള്ള സമയമാണ് ഈ ഒരു 21st സെഞ്ച്വറി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീ ശാക്തീകരണം, അല്ലെങ്കിൽ ദ ഇക്കണോമിക് റോൾ ഓഫ് വിമൻ. നൺ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഇക്കണോമിക് റോൾ ഓഫ് വിമൻ ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ്. സോ ഈ ലോകത്തിൽ സ്ത്രീകളുടെ സാമ്പത്തിക റോളിനേക്കാൾ അധികം പ്രാധാന്യമുള്ള മറ്റൊന്നും തന്നെ ഇല്ല. ഓക്കെ, ദാറ്റ് ഇക്കണോമിക് റോൾ, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഓഫ് വിമൻ. സ്ത്രീകളുടെ ആ ഒരു ഇക്കണോമിക് റോൾ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബട്ട് women today remain blocked from contributing their true potential.
പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ എങ്ങനെയാണ് അവരുടെ യഥാർത്ഥ കഴിവുകൾ, യഥാർത്ഥ ശക്തി അത് തെളിയിക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ടിരിക്കുകയാണ്. This has a huge cost. But women today remain blocked from contributing their true potential. This has a huge cost. അതായത് അതിന് നമുക്ക് വളരെയധികം വില കൊടുക്കണം. അതായത് വിമൻ അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ കാണിക്കുന്നതിൽ നിന്ന് അവർ വിലക്കപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, ഇൻ സം കൺട്രീസ് per capita income lags significantly because women are denied equal opportunity. ചില രാജ്യങ്ങളിൽ ഒരാളുടെ വരുമാനം എന്ന് പറയുന്നത് വളരെയധികം താഴ്ന്നതാണ്. അതിന് കാരണം എന്താണ്? സ്ത്രീകൾക്ക് തുല്യ വിധത്തിലുള്ള അതായത് തൊഴിൽ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് എങ്ങനെയാണ് ദേ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു അവർക്ക് എന്താണോ നൽകപ്പെടേണ്ടത് അല്ലെങ്കിൽ അവർക്ക് യോജിച്ചത് അവർക്ക് ലഭിക്കുന്നില്ല. ഓക്കെ, അവർക്ക് ഈക്വാലിറ്റി ലഭിക്കുന്നില്ല. അവർ ചെയ്യുന്ന പ്രവർത്തികൾക്കനുസരിച്ച് അവർക്ക് സാലറിയോ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് പോലും അവർക്ക് ലഭിക്കുന്നില്ല. ദേ റെപ്രസെൻറ്റ് ഹാഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ ബട്ട് കോൺട്രിബ്യൂട്ട് ഫാർ ലെസ് ദാൻ 50% ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി. സ്ത്രീകൾ യഥാർത്ഥത്തിൽ ലോക ജനസംഖ്യയുടെ പകുതി ഭാഗവും സ്ത്രീകളാണ്, അതായത് 50%. പക്ഷേ അവരുടെ ആ ഒരു ഇക്കണോമിക് അല്ലെങ്കിൽ ഇക്കണോമിക് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 50%-നേക്കാളും വളരെയധികം കുറവാണ്. അവരുടെ സാമ്പത്തിക ഓഹരി എന്ന് പറയുന്നത് 50%-നേക്കാളും കുറവാണ്. ഓക്കെ, what is needed to change this picture is a concerted effort to open the door to opportunity with what I call the 3 L's of women's empowerment: learning, labor and leadership. So what is needed to change this picture is a concerted effort to open the door to opportunity. ഇതിൽ നിന്നൊരു മാറ്റം വരേണ്ടത് എങ്ങനെയാണ്? അവരുടെ ആ ഒരു അവസ്ഥ അത് മാറേണ്ടിയിരിക്കുന്നു. അതെങ്ങനെയാണ് മാറ്റുന്നത്? അവിടെയാണ് ആ ഒരു 3 L's എന്ന് പറയുന്ന കാര്യം ഇവിടെ ക്രിസ്റ്റീൻ ലഗാർഡെ മുന്നോട്ട് വയ്ക്കുന്നത്. There I put forward these 3 L's. What are those? Learning, labor and leadership. ആ 3 L's എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് അബൌട്ട് ലേണിംഗ്. ഇവിടെ ആദ്യത്തെ പാരഗ്രാഫിൽ വിമൻ ഈ ഒരു 21st സെഞ്ച്വറിയിൽ അവരുടെ പൊസിഷൻ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 21st സെഞ്ച്വറിയിൽ ഒരുപാട് ചാലഞ്ചസും അതായത് സ്ത്രീകളുടെ ഒരു റോളിനെ കുറിച്ച് പറയുന്നു. ഇക്കണോമിക്കലി ആയാലും ഏത് രീതിയിലായാലും വളരെയധികം പെട്ടെന്ന് മുന്നോട്ട് പോകുന്ന ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ സ്ത്രീകളുടെ യഥാർത്ഥ അവരുടെ പൊട്ടൻഷ്യലിനനുസരിച്ച് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. ഓപ്പർച്യൂണിറ്റി കിട്ടുന്നെങ്കിൽ തന്നെ എന്താണ് അവർക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ അനുസരിച്ചിട്ടുള്ള സാമ്പത്തിക ഭദ്രത അവർക്ക് ലഭിക്കുന്നില്ല. ഓക്കെ, 50%-ന് മുകളിലും സ്ത്രീകളാണ് ജനസംഖ്യയിൽ വരുന്നത്. എന്നാൽ പോലും അവരുടെ ഇക്കണോമിക് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആ 50%-ൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല. ഇതെങ്ങനെ മാറണം? അത് മാറേണ്ടത് അത്യാവശ്യമാണ്. അതെങ്ങനെയാണ് മാറേണ്ടത്? അവിടെയാണ് ഇവിടെ ക്രിസ്റ്റീൻ എങ്ങനെയാണ് 3 L's-നെ കുറിച്ച് പറയുന്നത്. ഏതൊക്കെയാണ് 3 L's എന്ന് പറയുന്നത്? ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. Okay, first about learning. Education is the foundation upon which any change is built. ഏതൊരു കാര്യമാണെങ്കിലും എന്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. Learning helps women to help themselves and break the shackles of exclusion. Learning helps women ടു ഹെൽപ്പ് ദെംസെൽസ്. അതായത് വിദ്യാഭ്യാസം കൊണ്ട് സ്ത്രീകളെ അവരെ തന്നെയാണ് സഹായിക്കുന്നത് പഠിക്കുന്നതിലൂടെ. ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. ഷാക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചങ്ങലകൾ, ചെയിൻസ് ഓഫ് എക്സ്ക്ലൂഷൻ. എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് മാറ്റി നിർത്തപ്പെടുക. അതായത് സമൂഹത്തിൽ നിന്ന്, ഒരു സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നതിൽ നിന്ന് സ്വയം സഹായിക്കലാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഓക്കെ, സ്ത്രീകളെ സംബന്ധിച്ച് ഈ ലേണിംഗ്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? സൊസൈറ്റിയിൽ നിന്നുള്ള ആ ഒരു എക്സ്ക്ലൂഷനിൽ നിന്ന് ആ ചങ്ങലകളെ, അതായത് എക്സ്ക്ലൂഷൻ, ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ചങ്ങലയെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു
എന്താണ് ഫൗണ്ടേഷനാണ് എഡ്യൂക്കേഷൻ. അതായത് വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിൽ അവർക്ക് നേരെ ഉണ്ടാവുന്ന ആ ചങ്ങലകൾ അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് സ്ത്രീകളെ സഹായിക്കുന്നു. സോ ലേണിംഗ് ഇസ് ഓർ എഡ്യൂക്കേഷൻ ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. Nowhere is this more essential than in the developing world. So ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് nowhere is this more essential than in the developing world. So this is much necessary in the developing world. ഈ ഡെവലപ്പിംഗ് വേൾഡിൽ ലേണിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. There is an African adage that goes, if you educate a boy, you train a man. If you educate a girl, you train a village. So there is an African adage. Adage means what? Proverb. ഒരു പഴഞ്ചൊല്ല്. Okay. There is an African adage that goes, if you educate a boy, you train a man. So ആഫ്രിക്കൻ ഒരു പഴമൊഴിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ലുണ്ട്. അതായത് ഒരു ആൺകുട്ടിയെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരു മനുഷ്യനെ മാത്രമാണ് പരിശീലിപ്പിക്കുന്നത്. പക്ഷേ വെൻ യു എഡ്യൂക്കേറ്റ് എ ഗേൾ, യു ട്രെയിൻ എ വില്ലേജ്. നിങ്ങളൊരു പെൺകുട്ടിയെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ്? ഒരു വില്ലേജിനെ തന്നെയാണ് നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് മേക്സ് ദ ഡിഫറൻസ്. എന്താണ്? ഒരു ആൺകുട്ടിയെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളൊരു വ്യക്തിയെ മാത്രമാണ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു പെൺകുട്ടിയെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ പഠിപ്പിക്കുമ്പോൾ എന്താണ്? നിങ്ങളൊരു വില്ലേജിനെ തന്നെയാണ് ട്രെയിൻ ചെയ്യുന്നത്, നിങ്ങളൊരു വില്ലേജിനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, യെസ്, ഗോയിങ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ഇഫ് ലേണിംഗ് ഈസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ലേബർ ഇസ് ദ സെക്കൻഡ്. സോ സെക്കൻഡ് എല്ലിലേക്ക് പോവാണ്. ലേണിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണെങ്കിൽ ലേബർ എന്ന് പറയുന്നത് സെക്കൻഡ്. ലേബർ മീൻസ് ജോലി. എഡ്യൂക്കേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ ലേബർ ജോലി എന്ന് പറയുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. സോ ലേബർ എങ്ങനെയാണ് സ്ത്രീകളെ സഹായിക്കുന്നത്? ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുകൾ പ്രയോഗിക്കാനും അത് എന്താണ് സ്വന്തം അഭിവൃദ്ധിയിലേക്ക് അവർക്ക് സ്വയം തിരിച്ചറിഞ്ഞ് അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ട് സ്ത്രീകളെ സഹായിക്കുന്നു. ബട്ട് അറ്റ് പ്രസൻറ്റ് വെൻ വിമൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ വർക്ക് ഫോഴ്സ്, they too often tend to get stuck in low paying, low status and low security jobs. So ഇപ്പോൾ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവരുടെ ശമ്പളം, അവരുടെ സ്ഥാനം, അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റി, അവരുടെ സുരക്ഷിതത്വം എന്നൊക്കെ പറയുന്നത് വളരെ താഴ്ന്ന നിലയിലുള്ളതാണ്. ഓക്കെ, വളരെ താഴ്ന്ന നിലയിലാണ്. ഈവൻ ദോ ദേ ആർ വർക്കിംഗ്, സ്ത്രീകൾ അറ്റ് പ്രസൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന സാലറി, അവരുടെ ആ ഒരു സ്റ്റേറ്റസ് എന്ന് പറയുന്നത്, അവരുടെ ജോബ് സെക്യൂരിറ്റി, എന്താണ് ജോബ് സെക്യൂരിറ്റി, അതെല്ലാം തന്നെ താഴ്ന്ന നിലയിലുള്ളതാണ്. ഗ്ലോബലി വിമൻ ഏൺ ഓൺലി 3/4 ആസ് മച്ച് ആസ് മെൻ, ഈവൻ വിത്ത് ദ സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻ ദ സെയിം ഓക്യുപ്പേഷൻ. സോ പുരുഷന്മാർ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് സ്ത്രീകൾ ചെയ്യുന്നതെങ്കിൽ പോലും മൊത്തത്തിൽ എങ്ങനെയാണ്, ആഗോളതലത്തിൽ എങ്ങനെയാണ് സ്ത്രീകൾ പുരുഷന്മാർ സമ്പാദിക്കുന്നതിൻ്റെ ഒരു 1/4 മാത്രമേ സമ്പാദിക്കുന്നുള്ളൂ. ഓക്കെ, സോ ഗ്ലോബലി വിമൻ ഏൺ ഓൺലി 3/4 ആസ് മച്ച് ആസ് മെൻ, ഈവൻ വിത്ത് ദ സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻ ദ സെയിം ഓക്യുപ്പേഷൻ. ഒരേ ജോലിയിലാണെങ്കിൽ പോലും, ഒരു സ്ത്രീയും പുരുഷനും എടുക്കുകയാണെങ്കിൽ അവർ ഒരേ ജോലിയിലാണ്, വിദ്യാഭ്യാസ യോഗ്യത സെയിം ആണെങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്, വേജ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് കിട്ടുന്നത് പുരുഷന്മാരെക്കാളും കുറവായിരിക്കും. Surely, one of our most basic norms should be equal pay for equal work. So, സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പേയ്മെൻറ്റ്, സാലറി കിട്ടുക എന്നതാണ് നമുക്കുണ്ടാവേണ്ട ബേസിക് നോം എന്ന് പറയുന്നത്. ഓക്കെ, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഒരേപോലെ ജോലി ചെയ്യുന്നവർക്ക് ഒരേപോലത്തെ സാലറി. റീസെൻറ്റ് റിസർച്ചസ് ഷോ ദാറ്റ് eliminating gender gaps in economic participation can bring an increase in per capita income. സോ റീസെൻ്റ്ലി ഉള്ള ഗവേഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു സാമ്പത്തിക ഇടപാടുകളിലുള്ള ആ ഒരു ഡിസ്ക്രിമിനേഷൻ മാറ്റുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഡിസ്ക്രിമിനേഷൻ, സ്ത്രീ പുരുഷ ഡിസ്ക്രിമിനേഷൻ, ഓക്കെ, അത് മാറ്റുമ്പം തന്നെ നമുക്ക് ശരാശരി വരുമാനം കൂട്ടുവാൻ സഹായിക്കുമെന്നാണ് റിസർച്ചസ് ഒക്കെ പറയുന്നത്. റീസെൻറ്റ് റിസർച്ചസ് ഷോ ദാറ്റ് എലിമിനേറ്റിംഗ് ജെൻഡർ ഗ്യാപ്സ് ഇൻ ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ ക്യാൻ ബ്രിങ് ആൻ ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം. സോ ആ ഒരു
ശരാശരി വരുമാനം കൂട്ടുവാനായിട്ട് ഇത്തരത്തിലുള്ള ആ ഒരു അസമത്വം അത് മാറ്റിയാൽ, സ്ത്രീ പുരുഷ ഡിഫറൻസ്, ജെൻഡർ ഗ്യാപ്സ് അത് മാറ്റുമ്പം ആ ഒരു വരുമാനം, ശരാശരി വരുമാനം കൂട്ടുവാനായിട്ട് സഹായിക്കുമെന്നാണ് റീസെൻറ്റ് റിസർച്ചസൊക്കെ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, we can undoubtedly promote more opportunity for women in the workplace. So women can be given more opportunities. സ്ത്രീകൾക്ക് ജോലി സ്ഥലങ്ങളിൽ കൂടുതൽ അവസരങ്ങൾ കൊടുക്കേണ്ടതാണ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ചേഞ്ചിങ് ലോസ്. അതെന്താണ് ആക്ച്വലി? നമ്മുടെ ലോസ് അത് മാറ്റേണ്ട അത്യാവശ്യമുണ്ട്. നമുക്ക് നിയമങ്ങൾ, പല നിയമങ്ങളും നമുക്ക് ഇപ്പോൾ ഫോളോ ചെയ്യുന്ന പല നിയമങ്ങളും മാറേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ, by ensuring that property and inheritance laws do not discriminate against women. So there is a need to change our laws in order to ensure that property and inheritance law do not discriminate against women. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ പല നിയമങ്ങളും മാറ്റേണ്ടിയിരിക്കുന്നു. അതായത് സ്വത്തുക്കളുടെയും അതുപോലെ ഇൻഹെറിറ്റൻസ് ലോസ്, എന്താണ്, പിന്തുടർച്ചാ അവകാശങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു വിവേചനം കാണിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ലോസിൽ. അതെല്ലാം മാറേണ്ടിയിരിക്കുന്നു. ഓക്കെ, സ്വത്തുക്കളുടെ കാര്യമായാലും അല്ലെങ്കിൽ പിന്തുടർച്ച അവകാശങ്ങളുടെ ആയാലും എല്ലാ നിയമങ്ങൾ സ്ത്രീകൾക്ക് എതിരായി അല്ലെങ്കിൽ ഒരു വിവേചനവും കാണിക്കരുത്. ഓക്കെ, സ്ത്രീകൾക്കെതിരായിട്ട് ഒരു വിവേചനവും കാണിക്കാൻ പാടില്ല. ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ഫോർ ബോത്ത് മെൻ ആൻഡ് വിമൻ ഇൻ സൊസൈറ്റി. It also means policies that encourage education and health care. So അതിന് അർത്ഥം എന്താണ്? സ്ത്രീകളുടെ എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറും അതെല്ലാം പ്രൊമോട്ട് ചെയ്യണം, അതെല്ലാം എൻകറേജ് ചെയ്യപ്പെടണം. ഓക്കെ, moreover we need to provide greater access to credit so that women can achieve greater economic independence. So learning and labor are key factors. So എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ഇതെല്ലാം എൻകറേജ് ചെയ്യണം. സ്ത്രീകളുടെ എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അവർക്ക് ഗ്രേറ്റർ ഇക്കണോമിക് ഇൻഡിപെൻഡൻസ്, അതായത് സ്ത്രീകൾക്ക് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കൂടെയുള്ള ലോസും അതൊക്കെയാണ് മുന്നോട്ട് വയ്ക്കേണ്ടത്. ഓക്കെ, സോ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, അവരുടെ ഇക്കണോമിക് ഇൻഡിപെൻഡൻസ്, സാമ്പത്തിക സ്വാതന്ത്ര്യം ഇതൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടത്. സോ അങ്ങനെ നോക്കുമ്പം ലേണിങ്ങും ലേബറും കീ ഫാക്ടേഴ്സാണ്. അതായത് വിദ്യാഭ്യാസവും ജോലിയും, സ്ത്രീകൾക്ക് പ്രോപ്പർ വിദ്യാഭ്യാസം നൽകുക, അതുപോലെ തന്നെ ഒരു ജോലിയും അത്യാവശ്യമാണ്. The third L is leadership that enables women to rise and fulfill their innate abilities and talents. So മൂന്നാമത്തെ L എന്ന് പറയുന്നത് ലീഡർഷിപ്പാണ്. ഓക്കെ, എന്തിനു സഹായിക്കുന്നു? That enables women to rise and fulfill their innate abilities and talents. So സ്ത്രീകൾക്ക് തന്നെ ഇൻബോൺ ആയിട്ട്, ജന്മനാൽ തന്നെ അവർക്ക് കുറേ കഴിവുകൾ, എബിലിറ്റീസ്, ടാലൻസ്, പല പല കഴിവുകളും ഉണ്ട്. സോ ആ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി അത് വരികയാണെങ്കിൽ എന്താണ്, സ്ത്രീകൾക്ക് അവർക്ക് എന്താണ്, അവരുടെ തന്നെ ജന്മവാസനകളെയും അഭിരുചികളെയും എല്ലാം വളർത്തുവാനായിട്ട് സഹായിക്കുന്നു. ഹിയർ ദർ ഇസ് പ്ലെൻറ്റി ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്. അതായത് നല്ല ലീഡേഴ്സ് ആവാൻ പല പല അവസരങ്ങൾ നമുക്ക് മുന്നിൽ തുറക്കപ്പെടും. ദ ഐറണി ഈസ് ദാറ്റ് when women lead, they tend to do as good a job as others, if not a better job. So the irony is that when women lead, they tend to do as good as a job as others. അതായത് sometimes ചിലപ്പോൾ they became better leaders than men. മറ്റുള്ളവർ നയിക്കുന്നതിനേക്കാൾ, പുരുഷന്മാർ നയിക്കുന്നതിനേക്കാളും ചിലപ്പോൾ ബെറ്റർ ലീഡേഴ്സ് ആവാൻ സ്ത്രീകൾക്ക് സാധിച്ചേക്കും. They are more likely to make decisions based on consensus building. Consensus building means എല്ലാവരുടെയും സമ്മതത്തോടുകൂടി, പൊതുജന സമ്മതത്തോടുകൂടി ഒരു കാര്യം ചെയ്യുക. ഓക്കെ, എല്ലാവരുടെയും സമ്മതത്തോടുകൂടി. ദെൻ ഇൻക്ലൂഷൻ മീൻസ് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്. കമ്പാഷൻ എന്താണ്? വളരെയധികം ദയവോടുകൂടി എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഡിസിഷൻസ് എടുക്കാൻ അവർക്ക് സാധിക്കും. ഓക്കെ, ദേ ആർ മോർ ലൈക്ലി ടു മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ കൺസെൻസസ് ബിൽഡിംഗ്, ഇൻക്ലൂഷൻ, കമ്പാഷൻ ആൻഡ് വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. ലോങ് ടേം സസ്റ്റൈനബിലിറ്റി എന്ന് വെച്ചാൽ ദീർഘകാലം നിലനിൽക്കുന്ന. ഓക്കെ,
സ്ത്രീകൾ പലപ്പോഴും അവർക്ക് അവസരം കിട്ടുമ്പോൾ എന്താണ് ആ ഒരു ഐറണി എന്ന് പറയുന്നത്, അവർക്ക് അവസരം കിട്ടാറില്ല. പക്ഷെ അഥവാ അവർക്ക് അവസരം കിട്ടുകയാണെങ്കിൽ സംടൈംസ് ദേ ടെൻഡ് ടു ബിക്കം ഗുഡ് ലീഡേഴ്സ് ദാൻ അതേഴ്സ്. പുരുഷന്മാർ ലീഡ് ചെയ്യുന്നതിനേക്കാളും ചിലപ്പോൾ ബെറ്ററായിട്ട് കാര്യങ്ങൾ നടത്താനായിട്ട് സ്ത്രീകൾക്ക് സാധിച്ചേക്കാം. ദേ ആർ മോർ ലൈക്ലി ടു മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ കൺസെൻസസ് ബിൽഡിംഗ്. അതായത് എല്ലാവരുടെയും സമ്മതത്തോടുകൂടി, ഇൻക്ലൂഷൻ, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, ഉൾപ്പെടുത്തിക്കൊണ്ട്, കമ്പാഷൻ, ദയവോടുകൂടി എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട്, ആൻഡ് വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി, ദീർഘകാലം നിലനിൽക്കുന്ന, അതായത് ഏത് കാര്യമായാലും എല്ലാവരുടെ സമ്മതത്തോടു കൂടിയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടും ദയവോടുകൂടിയും മറ്റുള്ളവരെ പരിഗണിച്ചും ദീർഘകാലം നിലനിൽക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് സാധിക്കും. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് women sometimes lack the confidence to match their competence. പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത്, സംടൈംസ് വിമൻ ലാക്ക് ദ കോൺഫിഡൻസ് ടു മാച്ച് ദെയർ കോമ്പീറ്റൻസ്. കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി, കഴിവുകൾ. അവരുടെ കഴിവുകൾക്കനുസരിച്ച് ചിലപ്പോൾ അവർക്ക് പെരുമാറാൻ, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾക്കനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ ചിലപ്പോൾ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടായി എന്ന് വരില്ല. അതായത് അവരുടെ എബിലിറ്റീസിനനുസരിച്ച് ചിലപ്പം അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. ഓക്കെ, അതായത് അവർക്ക് കോൺഫിഡൻസ് ലെവൽ സംടൈംസ് അത് അവരുടെ എബിലിറ്റീസിനനുസരിച്ച് ഉണ്ടായി എന്ന് വരില്ല. ബട്ട് ദേ നീഡ് ടു ചേഞ്ച് ദ മൈൻഡ് സെറ്റ് ആൻഡ് റീസെറ്റ് ദ നറേറ്റീവ് ഇൻ ദിയർ ഫേവർ. നറേറ്റീവ് ഇവിടെ ഉദ്ദേശിക്കുന്ന അവരുടെ ഒരു പൊസിഷൻ. പക്ഷെ അവർ എങ്ങനെയായിരിക്കണം? ബട്ട് ദേ നീഡ് ടു ചേഞ്ച് ദാറ്റ് മൈൻഡ് സെറ്റ്. അതായത് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അവർ മറികടക്കണം. ബട്ട് ദേ നീഡ് ടു ചേഞ്ച് ദാറ്റ് മൈൻഡ് സെറ്റ് ആൻഡ് റീസെറ്റ് ദ നറേറ്റീവ് ഇൻ ദെയർ ഫേവർ. അവർക്ക് അവരുടെ ഫേവറിലേക്ക് കാര്യങ്ങൾ അവർ മാറ്റിമറിക്കണം. അതായത് അവർക്ക് അവരുടെ കോൺഫിഡൻസ് ലെവൽ അവർ മാറ്റണം. അവർക്ക് സ്വയം നിലനിൽക്കാനും സ്വയം തീരുമാനങ്ങൾ എടുക്കാനും കഴിവുള്ളവരാണ് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അവരുണ്ടാക്കിയെടുക്കേണ്ടി വരും. ഓക്കെ, സോ ആ ഒരു മൈൻഡ് സെറ്റ്, കോൺഫിഡൻസ് ഇല്ലായ്മ, അത് മാറ്റിയെടുക്കണം. എന്നിട്ട് അവരുടെ പൊസിഷൻ അവർ തന്നെ എന്ത് ചെയ്യണം? അവരുടെ ഫേവറിലേക്ക് കൊണ്ടുവരണം. സോ ഇറ്റ് ഈസ് ഇസെൻഷ്യൽ ദാറ്റ് വിമൻ ബി റെഡി ടു ഡെയർ ദ ഡിഫറൻസ്, ടു ടേക്ക് റിസ്ക്സ് ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദിയർ കംഫർട്ട് സോൺസ്. സോ ഇറ്റ് ഈസ് ഇസെൻഷ്യൽ ദാറ്റ് വിമൻ ബി റെഡി ടു ഡെയർ ദ ഡിഫറൻസ്. സോ ആ മാറ്റങ്ങൾ അത് ഉൾക്കൊള്ളുവാനായിട്ട് അവർക്ക് സാധിക്കണം. വ്യത്യാസങ്ങളെ നേരിടാൻ അവർക്ക് കഴിയണം. ഓക്കെ, ടു ടേക്ക് റിസ്ക്സ്, അതായത് ചാലഞ്ചസ് ഏറ്റെടുക്കാനും, ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺസ്. സോ അവരുടെ ആ ഒരു സുരക്ഷിത മേഖലകളിൽ നിന്ന് പുറത്തിറങ്ങാൻ അവർക്ക് കഴിയണം. ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവർക്ക് കഴിയണം. വ്യത്യാസം അവർ മനസ്സിലാക്കണം. Nonetheless, even those with the drive to succeed continue to face barriers. സോ എന്ന് വെച്ചാൽ അവർക്ക് പല തടസ്സങ്ങൾ, ബാരിയേഴ്സ് മീൻസ് തടസ്സങ്ങൾ. നൺദിലെസ് ഈവൻ ദോസ് വിത്ത് ദ ഡ്രൈവ് ടു സക്സീഡ് കണ്ടിന്യൂ ടു ഫേസ് ബാരിയേഴ്സ്. സോ ഒരുപാട് സ്ത്രീകൾക്ക് എങ്ങനെയാണ് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവാം, അവർക്ക് ജയിക്കാൻ പറ്റും, അവരുടെ എബിലിറ്റീസിൽ അവർക്ക്, കഴിവുകളിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരിക്കാം. എന്നാൽ പോലും അത്തരം ആൾക്കാർക്കും ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടേക്കാം. Whether we are talking about providing primary education for girls in a village or executive positions for women in business. So നമ്മൾ എങ്ങനെയാണ് ഒരു വില്ലേജിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തെപ്പറ്റി പറയുമ്പോഴായാലും, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ബിസിനസ്സിൽ സ്ഥാനം കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ എല്ലാ കാര്യങ്ങളിലും ഇത്തരം തടസ്സങ്ങൾ ഉണ്ടാവും. ഓക്കെ, സോ nonetheless even those with the drive to succeed continue to face barriers. Whether we are talking about providing primary education for girls in a village or executive positions for women in business. സോ നമ്മൾ എന്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇത്തരം ബാരിയേഴ്സ് ഉണ്ടായിരിക്കാം. അതായത് സ്ത്രീകളുടെ എഡ്യൂക്കേഷനെ കുറിച്ചായാൽ പോലും, വില്ലേജിൽ, ഗ്രാമങ്ങളിൽ കുട്ടികൾക്കുള്ള പെൺകുട്ടികൾക്കുള്ള എഡ്യൂക്കേഷനെ കുറിച്ചായാലും, അല്ലെങ്കിൽ ബിസിനസ്സിൽ സ്ത്രീകൾക്കുള്ള പൊസിഷനെ കുറിച്ചായാലും എന്തിലും ഈ തടസ്സം ഉണ്ടായേക്കാം. It is time to create a world where all women can meet their potential without impediment or prejudice, and the world will reap the benefits. So it is time to create a world where all women can meet their potential without impediment or prejudice, and the world will reap the benefits. So it is time to create a world where all women can meet their potential.
അവർക്ക് എല്ലാ സ്ത്രീകൾക്കും അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് വിത്തൗട്ട് ഇംപെഡിമെൻറ്റ് മീൻസ് തടസ്സങ്ങൾ, ഓബ്സ്റ്റക്കിൾസ്, ബാരിയേഴ്സ്, വിത്തൗട്ട് ഇംപെഡിമെൻറ്റ് ഓർ പ്രിജുഡിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ എന്താണ്? മുൻവിധികൾ ഉണ്ടാവുക. സോ അത്തരം പ്രിജുഡിസോ മുൻവിധികളോ തടസ്സങ്ങളോ ഒന്നുമില്ലാതെ സ്ത്രീകൾക്ക് അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനുമുള്ള സമയം ഏറ്റവും അതിക്രമിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ് വെർ ഓൾ വിമൻ ക്യാൻ മീറ്റ് ദിയർ പൊട്ടൻഷ്യൽ വിത്തൗട്ട് ഇംപെഡിമെൻറ്റ് ഓർ പ്രിജുഡിസ് ആൻഡ് ദ വേൾഡ് വിൽ റീപ്പ് ദ ബെനിഫിറ്റ്സ്. സോ സ്ത്രീകൾ അങ്ങനെ എന്താണ്? സ്വന്തം പരിമിതികൾ മറന്ന് അല്ലെങ്കിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ സ്വന്തം എബിലിറ്റീസ് തിരിച്ചറിഞ്ഞ് ഒരു മുൻവിധികളും ഇല്ലാതെ അവർ എന്താണ് മുന്നോട്ടിറങ്ങിയാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് ആർക്കാണ് ലഭിക്കുക? അതിൻ്റെ ആ ഒരു പ്രോഫിറ്റ് റീപ്പ് ചെയ്യുന്നത് ബാക്കിയുള്ളവരായിരിക്കും. അതായത് ദ വേൾഡ് വിൽ റീപ്പ് ദ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ തടസ്സങ്ങളെയും നേരിട്ടുകൊണ്ട് ഒരു മുൻവിധികളെയും ഇല്ലാതെ സ്ത്രീകൾ അവരുടെ കഴിവിനനുസരിച്ച് പെരുമാറുമ്പോൾ, അവരുടെ കഴിവിനനുസരിച്ച് അവർ ജോലിയിൽ എന്തിലായാലും, വിദ്യാഭ്യാസത്തിലായാലും ജോലിയിലായാലും ഏതിലായാലും മുന്നിട്ടിറങ്ങിയാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത് എങ്ങനെയാണ്? സൊസൈറ്റിക്കാണ്. The 3 L's will help us get there. So ഈ 3 L, അതായത് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്, ഈ 3 Lഉം നമ്മളെ അതിലേക്ക് നയിക്കും. ഇഫ് വി ഡെയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇഫ് വി ഡെയർ ദ ഡിഫറൻസ്, അതായത് ആ ഒരു വ്യത്യാസങ്ങളെ നമ്മൾ ധൈര്യപൂർവ്വം നേരിട്ടാൽ ദ ഡിഫറൻസ് വിൽ ഡെലിവർ എന്ന് വെച്ചാൽ വ്യത്യാസങ്ങൾ, അത്തരം ഡിഫറൻസ് അത് നമ്മളെ രക്ഷിക്കും. അതായത് എന്തിനും നമ്മൾ ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങണം. ഇഫ് വി ഡെയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ മീൻസ് നമ്മൾ എല്ലാ വ്യത്യാസങ്ങളെയും ധൈര്യപൂർവ്വം നേരിട്ടാൽ ആ വ്യത്യാസങ്ങൾ തന്നെ നമ്മളെ രക്ഷിക്കും. അതായത് നമുക്ക് നല്ല രീതിയിൽ സൊസൈറ്റിയിൽ ജോലിയിലായാലും വിദ്യാഭ്യാസത്തിലായാലും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. So she ends her speech like this. Thank you very much. Last, thank you very much പറയുന്നു. And so ഇവിടെ ഈ ഒരു ലെസണിൽ എന്താണ് ആ ഒരു 3 L's ഓഫ് എംപവർമെൻറ്റ്, സ്ത്രീകൾക്കുള്ള എംപവർമെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് 3 L's ഇവിടെ ക്രിസ്റ്റീൻ ലഗാർഡെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഓക്കെ, ദീസ് ആർ ദ 3 L's. ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. വിദ്യാഭ്യാസം, പ്രോപ്പർ വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് ലഭിക്കണം. ദെൻ ലേബർ, അതുപോലെ തന്നെ ജോലി, അതായത് അവർക്ക് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഈക്വൽ പേയ്മെൻറ്റ് കിട്ടുക, ഈക്വൽ സ്റ്റേറ്റസ് കിട്ടുക, ഒരേ ജോലി ചെയ്യുന്നവർക്ക് ഒരേ രീതിയിലുള്ള പേയ്മെൻറ്റ് ലഭിക്കുക. ആൻഡ് ദ ലാസ്റ്റ് വൺ ലീഡർഷിപ്പ്. സോ ദീസ് 3 L's ക്യാൻ മേക്ക് മച്ച് ഡിഫറൻസ്. അതാണ് 3 L's ഓഫ് എംപവർമെൻറ്റ്: ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. സോ ഈ ഒരു 3 L's നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം സൊസൈറ്റിയിൽ വ്യത്യാസം വരുത്താൻ സാധിക്കും എന്നാണ് ക്രിസ്റ്റീൻ ലഗാർഡെ പറയുന്നത്. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ലെസൺ. താങ്ക് യു.